മക്കളെ, കേരളത്തിലെ MBBS BDS കോഴ്സുകളിലേക്കുള്ള ഒന്നാം റൗണ്ട് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. കീമിൻ്റെ കീഴിൽ വരുന്ന സ്റ്റേറ്റിലെ MBBS BDS കോഴ്സുകളുടെ ഒന്നാം റൗണ്ട്. അപ്പോൾ അതിൽ കേരളത്തിലെ സർക്കാർ മെഡിക്കൽ കോളേജിലും ഡെൻ്റൽ കോളേജിലും സെൽഫ് ഫിനാൻസിങ് മെഡിക്കൽ കോളേജിലും ഡെൻ്റൽ കോളേജിലുമുള്ള MBBS BDS കോഴ്സുകളുടെ സ്റ്റേറ്റ് കോട്ടയാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ce.kerala.gov. എന്നുള്ള സൈറ്റിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലിസ്റ്റ് കാണാം, നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിലും കാണാം. അപ്പോൾ ഓൾമോസ്റ്റ് ഓഗസ്റ്റ് 16 പ്രസിദ്ധീകരിച്ച പ്രൊവിഷണൽ അലോട്ട്മെൻറ്റിലെ പരാതികളെല്ലാം പരിഹരിച്ചതിന് ശേഷമുള്ള ഫൈനൽ അലോട്ട്മെൻറ്റാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഈ അലോട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും കുട്ടികളുടെ ഹോം പേജിൽ ലഭ്യമാണ്. നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ ലോഗിൻ ചെയ്ത് കയറിയാൽ കാണാം. അപ്പോൾ കാൻഡിഡേറ്റ് പോർട്ടലിൽ നിന്ന് കുട്ടികൾ എന്ത് ചെയ്യണം? അലോട്ട്മെൻറ്റ് മെമ്മോയുടെ പ്രിൻ്റ് ഔട്ട് നിർബന്ധമായിട്ടും എടുക്കണം. ആ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ കുട്ടിയുടെ പേര്, റോൾ നമ്പർ, അലോട്ട്മെൻറ്റ് ഏത് കോളേജിലാണ്, ഏത് കാറ്റഗറിയിലാണ്, എത്രയാണ് ഫീ അടയ്ക്കേണ്ടത് എന്നൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ അലോട്ട്മെൻറ്റ് മെമ്മോയുടെ ഡീറ്റെയിൽ ഞാൻ ഈ വീഡിയോയുടെ എൻഡിൽ കാണിക്കാം. അതേപോലെ അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികൾ അവരുടെ ഹോം പേജിൽ നിന്ന് അലോട്ട്മെൻറ്റ് മെമ്മോയും ഡേറ്റാ ഷീറ്റും പ്രിൻ്റ് എടുക്കണം. ഇതിൻ്റെ രണ്ടിൻ്റെയും ഡീറ്റെയിൽ ഞാൻ ഈ വീഡിയോയുടെ എൻഡിൽ കാണിക്കാം. അതേപോലെ പ്രവേശനം നേടുന്ന സമയത്ത് ഈ ഡേറ്റാ ഷീറ്റും അലോട്ട്മെൻറ്റ് മെമ്മോയും പ്രോസ്പെക്ടസ് ക്ലോസിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ രേഖകളും കോളേജിൽ ഹാജരാക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ ഈ 3 കാര്യങ്ങളും പറയും. അലോട്ട്മെൻറ്റ് മെമ്മോ എന്താണെന്ന് പറയും, ഡേറ്റാ ഷീറ്റ് എന്താണെന്ന് പറയും, ഏതൊക്കെയാണ് ഡോക്യുമെൻ്റ് എന്നും ഈ വീഡിയോയിൽ പറയും. ഇനി സർക്കാർ മെഡിക്കൽ കോളേജിൽ അല്ലെങ്കിൽ ഡെൻ്റൽ കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികൾ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ കാണിച്ചിട്ടുള്ള എൻട്രൻസ് കമ്മീഷണർക്ക് അടയ്ക്കേണ്ട തുക ഓൺലൈനായിട്ട് അടയ്ക്കാവുന്നതാണ്. എന്നാൽ സെൽഫ് ഫിനാൻസിങ് കോളേജിൽ പ്രവേശനം കിട്ടുന്ന കുട്ടികൾ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ കാണിച്ചിരിക്കുന്ന തുക അതാത് കോളേജുകളിലാണ് അടയ്ക്കേണ്ടത്. ഇനി അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജുകളിൽ ഓഗസ്റ്റ് 19 തൊട്ട് ഓഗസ്റ്റ് 24 വൈകിട്ട് 4 മണിക്കുള്ളിൽ പ്രവേശനം നേടണം. അപ്പോൾ ഒരിക്കൽ കൂടി ഓർക്കുക, ഓഗസ്റ്റ് 24 വൈകിട്ട് 4 മണി വരെ മാത്രമാണ് അതിനുള്ള സമയം. അലോട്ട്മെൻറ്റ് കിട്ടിയ SC ST OEC മത്സ്യത്തൊഴിലാളികളുടെ മക്കൾ, OEC അങ്ങനെ ആനുകൂല്യത്തിന് അർഹതയുള്ള കുട്ടികളൊക്കെ ഈ സർക്കാർ ഉത്തരവ് അനുസരിച്ച് എന്ത് ചെയ്താൽ മതി? ഈ ടോക്കൺ ഫീ അടയ്ക്കേണ്ടതില്ല. അപ്പോൾ അവർക്ക് അലോട്ട്മെൻറ്റ് മെമ്മോയിൽ ടോക്കൺ ഫീ എന്നുള്ളത് നില്ലെന്നായിരിക്കും കാണിക്കാം. എന്നാൽ ഇതേ കുട്ടികൾ സെൽഫ് ഫിനാൻസിങ് കോളേജിലെ മൈനോറിറ്റി സീറ്റോ NRI സീറ്റോ എടുത്തിട്ടുണ്ടെങ്കിൽ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ കാണിച്ചിരിക്കുന്ന ഫീസ് അടയ്ക്കണം. അതിന് പ്രത്യേകിച്ച് ഫീസ് അളവൊന്നുമില്ല. സ്റ്റേറ്റ് മെറിറ്റിൽ കയറിയാൽ മാത്രമാണ് സീറ്റ് അളവുള്ളത്. നിങ്ങൾ മൈനോറിറ്റിയിലോ NRIയിലോ കയറിയാൽ ഫുൾ ഫീ അടയ്ക്കേണ്ടി വരും. അതുപോലെ സെൽഫ് ഫിനാൻസിങ് മെഡിക്കൽ കോളേജിലും ഡെൻ്റൽ കോളേജിലും 2025-26 വർഷത്തെ ഫീസ് ഫൈനലൈസ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് നിലവിൽ 24-25 വർഷത്തെ ഫീസാണ് അടയ്ക്കേണ്ടത്. പിന്നീട് ഫീസ് പുതുക്കി നിശ്ചയിച്ച് കഴിയുമ്പോൾ ബാക്കി തുക അടച്ചാൽ മതിയാവും. അതുപോലെ സെൽഫ് ഫിനാൻസിങ് മെഡിക്കൽ കോളേജിലും ഡെൻ്റൽ കോളേജിലും MBBSനോ BDSനോ NRI കോട്ടയിൽ അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികൾ NRIയുടെ ഡോക്യുമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഇഷ്യൂസ് ബാക്കി നിൽക്കുന്നവർ, അതായത് ഇപ്പോഴും ഡിഫക്റ്റ് ഉള്ള NRI ഡോക്യുമെൻ്റ് ആണെങ്കിൽ ഈ സമയത്തിനുള്ളിൽ, അതായത് ഈ പറഞ്ഞ സമയത്തിനുള്ളിൽ 24 മുമ്പ് ആ ന്യൂനത പരിഹരിക്കാത്ത പക്ഷം അവരുടെ NRI കാറ്റഗറിയും കട്ടാവും, ആ കാറ്റഗറിയിൽ കിട്ടിയ അഡ്മിഷനും റദ്ദാവും. അതേപോലെ തന്നെ ഈ കീർത്താഡ്സിൻ്റെ വെരിഫിക്കേഷൻ നടക്കുന്നതുകൊണ്ട് ഒരുപാട് കാറ്റഗറിയിൽപ്പെട്ട, ഇപ്പോൾ പ്രത്യേകിച്ച് SC ST കാറ്റഗറിയിൽപ്പെട്ട കുട്ടികൾ ഏതെങ്കിലും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കീർത്താഡ്സിൻ്റെ വെരിഫിക്കേഷനിൽ ആ അലോട്ട്മെൻറ്റ് അല്ലെങ്കിൽ ആ ക്ലെയിം നഷ്ടപ്പെട്ടു പോയാൽ നിങ്ങൾക്ക് ആ സീറ്റ് നഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളുടെ സീറ്റ് ഫൈനലൈസ് ആവണമെങ്കിൽ കീർത്താഡ്സിൻ്റെ വെരിഫിക്കേഷൻ കഴിഞ്ഞവർക്ക് പ്രശ്നമില്ല. ഇപ്പോഴും വെരിഫിക്കേഷൻ നടക്കുന്ന അല്ലെങ്കിൽ അവരുടെ കാറ്റഗറിയിൽ ഫൈനലൈസേഷൻ വരാത്തവർക്ക് മാത്രമാണ് ഇത് ബാധകം. ബാക്കിയുള്ളവർക്ക് ആ പ്രശ്നങ്ങളില്ല. ഇനി MBBS BDS കോഴ്സുകളിലേക്കുള്ള 2ാം റൗണ്ട് അലോട്ട്മെൻറ്റിൻ്റെ വിജ്ഞാപനം പിന്നീട് പ്രസിദ്ധീകരിക്കും. ആ നോട്ടിഫിക്കേഷൻ വന്നിട്ട് ബാക്കി നോക്കിയാൽ മതി. ഇനി 2nd റൗണ്ടിന് മുമ്പ് കുട്ടികൾക്ക് ഓൺലൈൻ ഓപ്ഷൻ കൺഫർമേഷൻ നടത്താൻ, വീണ്ടും കൺഫേം ചെയ്യാനും നിലവിലുള്ള ഓപ്ഷൻ റീഅറേഞ്ച് ചെയ്യുകയോ ആവശ്യമില്ലാത്തത് ഒഴിവാക്കുകയോ ഒക്കെ ചെയ്യാനുള്ള സൗകര്യം പിന്നീട് തരും. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ചെയ്താൽ മതി. അതേപോലെ അലോട്ട്മെൻറ്റ് കിട്ടിയവരിൽ നിശ്ചിത സമയത്തിനുള്ളിൽ, അതായത് 24 മുമ്പ് പ്രവേശനം നേടാത്ത മുഴുവൻ കുട്ടികളുടെയും ആ അലോട്ട്മെൻറ്റും പോവും, ബന്ധപ്പെട്ട സ്ട്രീമിലെ ഹയർ ഓപ്ഷൻസും പോവും. ഫസ്റ്റ് റൗണ്ടിൽ കിട്ടിയ സീറ്റ് എടുത്തില്ലെങ്കിൽ ഫസ്റ്റ് റൗണ്ടിലെ സീറ്റ് പോവും. 2nd 3rd റൗണ്ടുകളിൽ നിങ്ങളെ പുറത്താക്കുകയും ചെയ്യും. അതും ശ്രദ്ധിക്കുക. അപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികൾ നിർബന്ധമായിട്ടും ജോയിൻ ചെയ്യണം. അതേപോലെ ഈ പറഞ്ഞ സമയത്തുള്ളിൽ അഡ്മിഷൻ എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ അടച്ച ടോക്കൺ ഫീ നഷ്ടപ്പെട്ടു. അതേപോലെ അഡ്മിഷൻ എടുത്തതിന് ശേഷം TC വാങ്ങിയാലും നിങ്ങളുടെ രജിസ്ട്രേഷൻ ഫീ നഷ്ടപ്പെട്ടു. അപ്പോൾ അതും ശ്രദ്ധിക്കുക. ഇനി പ്രോസ്പെക്ടസിൽ പറഞ്ഞിരിക്കുന്ന ഡോക്യുമെൻറ്റുകൾ എന്താണ്? ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു ഡോക്യുമെൻറ്റുകളുടെ ലിസ്റ്റ്. അപ്പോൾ അതിലൊന്ന് സർട്ടിഫിക്കറ്റ് ടു പ്രൂവ് ഡേറ്റ് ഓഫ് ബർത്ത്. നിങ്ങൾക്ക് 10th സർട്ടിഫിക്കറ്റ്, ബർത്ത് സർട്ടിഫിക്കറ്റോ ഒക്കെ അതിനും തെളിവായി കൊടുക്കാം. അതുപോലെ ലാസ്റ്റ് പഠിച്ച സ്ഥാപനത്തിൽ നിന്ന് കിട്ടിയ TC, അതേപോലെ അവിടുന്ന് കിട്ടിയ കോൺടാക്ട് സർട്ടിഫിക്കറ്റ്. ഈ കോൺടാക്ട് സർട്ടിഫിക്കറ്റിൻ്റെ പ്രശ്നം ഒരു 6 മാസത്തിനുള്ളിൽ വാലിഡിറ്റിയാണ് പറയുക.
കോളേജ് ആവശ്യപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, സ്കൂളിൽ പോയി പുതിയൊരു സർട്ടിഫിക്കറ്റ് 6 മാസത്തിനുള്ളിൽ എടുത്ത ഒരു പുതിയ സർട്ടിഫിക്കറ്റ് വാങ്ങിയാലും മതി. ഇനി അതേപോലെ ഒറിജിനൽ മാർക്ക് ലിസ്റ്റ്, ഹയർ സെക്കൻഡറിയുടെ ഒറിജിനൽ മാർക്ക് ലിസ്റ്റ്. അതേപോലെ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ്, കേരളത്തിന് പുറത്ത് സ്റ്റേറ്റ് സിലബസിൽ പഠിച്ചവർ, കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിച്ചവരോ ICSE അല്ലെങ്കിൽ CBSE ഉള്ള കുട്ടികളൊന്നും പ്രശ്നങ്ങളില്ല. അതല്ല നിങ്ങളിപ്പോൾ തമിഴ്നാട് അല്ലെങ്കിൽ ആന്ധ്രയിലെ സ്റ്റേറ്റ് സ്കൂളിൽ പഠിച്ചവരാണെങ്കിൽ, സ്റ്റേറ്റ് സിലബസിൽ പഠിച്ചവരാണെങ്കിൽ മാത്രം എന്ത് ചെയ്യണം, ഈ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് എടുക്കണം. അതേപോലെ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ്, അതും ഈ പറഞ്ഞ പോലെ മജോറിറ്റി എല്ലാ കുട്ടികളുടെയും TC ആൻഡ് മൈഗ്രേഷൻ ആയിരിക്കും, അതുകൊണ്ട് ആ പ്രശ്നങ്ങളില്ല. അതും മറ്റുള്ള സ്റ്റേറ്റുകളുടെ ബോർഡിലൊക്കെ പഠിച്ചു വന്നവർക്ക് മാത്രമേ മൈഗ്രേഷൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ആണ്. അത് അനെക്സറിൽ, ഈ പറഞ്ഞ അനെക്സറിൽ കൊടുത്തിരിക്കുന്ന ഫിസിക്കൽ ഫിറ്റ്നസിൻ്റെ ഫോർമാറ്റ് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് അസിസ്റ്റന്റ് സർജനിൽ കുറയാത്ത റാങ്കുള്ള ഒരു ഡോക്ടറെ കൊണ്ട് സൈൻ ചെയ്ത് വാങ്ങുക. നിങ്ങളൊരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി OP ടിക്കറ്റ് എടുത്ത് അവിടുത്തെ അസിസ്റ്റന്റ് സർജനിൽ കുറയാത്ത റാങ്കുള്ള ഒരു ഡോക്ടറെ കണ്ട് അത് ഫില്ല് ചെയ്ത് വാങ്ങിയാൽ മതി. അതുപോലെ റെസിപ്റ്റ് ഓഫ് ഫീ റെമിറ്റഡ്, നിങ്ങളോട് ഇപ്പോൾ അടയ്ക്കാൻ പറഞ്ഞിരിക്കുന്ന ഫീ അടച്ചതിൻ്റെ ഒരു റെസിപ്റ്റ്. അതുപോലെ ഡേറ്റാ ഷീറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഡേറ്റാ ഷീറ്റ് ഞാൻ കാണിക്കാം. അതുപോലെ നീറ്റിൻ്റെ അഡ്മിറ്റ് കാർഡ്, അതുപോലെ അലോട്ട്മെൻറ്റ് മെമ്മോയും ഞാൻ ഇതിൻ്റെ എൻഡിൽ കാണിക്കാം, ഡേറ്റാ ഷീറ്റും കാണിക്കാം. എനി അതർ ഡോക്യുമെൻറ്റ് റിക്വയർഡ് ഇൻ അലോട്ട്മെൻറ്റ് മെമ്മോ ഓർ നോട്ടിഫിക്കേഷൻ. ഇതിൽ നിങ്ങൾ ഒന്നുകൂടി ചെയ്യണം, നിങ്ങൾക്ക് ഏത് കോളേജിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിരിക്കുന്ന ആ കോളേജിലൊന്ന് കോൺടാക്ട് ചെയ്തത് നന്നാവും. കാരണം ഒന്ന്, വാക്സിനേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നമുണ്ട്. ചില കോളേജുകളിൽ ആ വാക്സിനേഷൻ പറയുമ്പോൾ, അതായത് MMR, ചിക്കൻ പോക്സ്, അതേപോലെയുള്ള വാക്സിനേഷൻ. അപ്പോൾ ഈ വാക്സിനേഷൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ വാക്സിനേഷൻ ചിലപ്പോൾ നിങ്ങൾ ഫൈനൽ 3rd റൗണ്ടിന് ശേഷമൊക്കെ കൊടുത്താൽ മതിയാവും. അത് കോളേജിലൊന്ന് കോൺടാക്ട് ചെയ്തേക്കുക, നിർബന്ധമായും വേണ്ടതല്ല. നിങ്ങൾ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് കൊടുത്താലും മതി. അപ്പോൾ ഒന്ന് ജസ്റ്റ് കോളേജിൽ കോൺടാക്ട് ചെയ്യുക. അത് നിങ്ങൾ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ പോയി ഈ വാക്സിൻ എടുത്ത് അല്ലെങ്കിൽ വാക്സിൻ വാങ്ങി കൊടുത്താൽ, ചിലപ്പോൾ അവിടെ ഉണ്ടാവില്ല, അപ്പോൾ നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങി കൊടുത്തിട്ടാണ് എടുക്കുക. അപ്പോൾ അങ്ങനെ എടുത്തതിൻ്റെ സർട്ടിഫിക്കറ്റ് മതിയാവും. അത് തിരക്ക് പിടിച്ച് ചെയ്യേണ്ടതല്ല, വേണമെങ്കിൽ ചെയ്യാം. ജസ്റ്റ് ഒന്ന് കോളേജിൽ കോൺടാക്ട് ചെയ്താൽ അവരതിൻ്റെ ഡീറ്റെയിൽ പറയും. അതേപോലെ രണ്ടാമതൊന്നാണ് നിങ്ങളൊരു സ്റ്റാമ്പ് പേപ്പർ, മുദ്രപത്രം. അതായത് ഈ സ്റ്റാമ്പ് പേപ്പറിൻ്റെ പ്രശ്നം, നിങ്ങൾ ഈ ആൻറ്റി റാഗിങ് പോലുള്ള അഫിഡവിറ്റ്, ഈ ഡോക്യുമെൻറ്റുകൾ സൈൻ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ നിങ്ങളൊരു മുദ്രപത്രം വാങ്ങിക്കൊണ്ട് പോയി അതിലേക്ക് അവർ മാറ്റർ പ്രിൻറ്റ് ചെയ്ത് തന്ന് നിങ്ങൾ സൈൻ ചെയ്യുകയാണ്. അപ്പോൾ അതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ചില കോളേജുകൾ 100 രൂപയുടെ ഒരു മുദ്രപത്രമാണ് ചോദിക്കുന്നതെങ്കിൽ മറ്റു ചിലർ 50 രൂപയുടെ 2 എണ്ണമായിരിക്കും ചോദിക്കുക. അപ്പോൾ ചിലർക്ക് അത് പിന്നീട് കൊടുത്താൽ മതിയാവും. അത് ജസ്റ്റ് ഒന്ന് കോളേജിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഈ 2 കാര്യങ്ങൾക്ക് നിങ്ങൾ കോളേജിൽ കോൺടാക്ട് ചെയ്യണം, വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിൻ്റെയും അതേപോലെ സ്റ്റാമ്പ് പേപ്പറിൻ്റെയും. ഈ വാക്സിനേഷൻ്റെ കാര്യം നിങ്ങൾ ചെറുപ്പത്തിലെടുത്ത വാക്സിനൊന്നും ബാധകമല്ല, 6 മാസത്തിനുള്ളിൽ എടുത്ത വാക്സിനാണ് വേണ്ടത്. അതുകൊണ്ട് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റും സ്റ്റാമ്പ് പേപ്പറിൻ്റെയും കാര്യം കോളേജിൽ ചോദിച്ച് അവർ സമയം തരികയാണെങ്കിൽ അത് നമ്മൾ സൗകര്യം പോലെ എടുത്താൽ മതി. അവർ എമർജൻസി ആണെന്ന് പറഞ്ഞാൽ മാത്രം ഈ ജോയിനിങ് ചെയ്യാൻ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി എടുക്കാവുന്നതാണ്. അത് വലിയൊരു അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അതുപോലെ ഫോട്ടോഗ്രാഫ്, നിങ്ങൾക്ക് ചില കോളേജുകളിൽ ഒരു 10 പാസ്പോർട്ട് സൈസ്, ചിലയിടത്ത് ഒരു 6 പാസ്പോർട്ട്, അതും നിങ്ങൾ കോളേജിൽ ഒന്ന് കോൺടാക്ട് ചെയ്തേക്കുക ഫോട്ടോയുടെ കാര്യത്തിനും. ഇതാണ് കോളേജ് ആവശ്യപ്പെടുന്ന മറ്റു ഡോക്യുമെൻറ്റ്. അതേപോലെ നിങ്ങൾ ആപ്ലിക്കേഷൻ്റെ സമയത്ത് ഇപ്പോൾ റിസർവേഷൻ ക്ലെയിം ചെയ്യാനുള്ള ഡോക്യുമെൻറ്റുകളുണ്ട്. അതായത് കുട്ടി NCL ആണെങ്കിൽ വാലിഡിറ്റി ഉള്ള ഒരു NCL സർട്ടിഫിക്കറ്റ്, EWS കാറ്റഗറിയിൽ കിട്ടിയ കുട്ടിയാണെങ്കിൽ EWSൻ്റെ സർട്ടിഫിക്കറ്റ്. ഇതൊക്കെ വില്ലേജിലേതായിരിക്കണം, സ്റ്റേറ്റ് എഡ്യൂക്കേഷണൽ പർപ്പസിൻ്റേതായിരിക്കണം. അതേപോലെ SC അല്ലെങ്കിൽ ST കാൻഡിഡേറ്റ് ഒക്കെ ആണെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ആണ്, ഇത് താലൂക്കിൽ നിന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള നിങ്ങൾ അപ്ലൈ ചെയ്യാൻ നേരത്തെ ഉപയോഗിച്ച ഡോക്യുമെൻറ്റുകളും ഈ സമയത്ത് നിങ്ങൾ കൊണ്ടുപോകേണ്ടതുണ്ട്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അലോട്ട്മെൻറ്റ് മെമ്മോയിലേക്ക് വരുന്നു. അലോട്ട്മെൻറ്റ് മെമ്മോ ശ്രദ്ധിക്കുക, അതിൽ നിങ്ങളുടെ റോൾ നമ്പർ ഉണ്ടാവും, ആപ്ലിക്കേഷൻ നമ്പർ ഉണ്ടാവും, കുട്ടിയുടെ പേര്, മെഡിക്കൽ റാങ്ക്, ഇവിടെ കുട്ടിയുടെ ഫോട്ടോഗ്രാഫും ഉണ്ടാവും. ഏത് കോഴ്സിനാണ് കിട്ടിയതെന്നുണ്ടാവും, ഏത് കോളേജിലാണെന്നുണ്ടാവും, ഏത് സീറ്റ് ടൈപ്പ്. ഇത് നോക്കിയാൽ സ്റ്റേറ്റ് മെറിറ്റ് മുസ്ലിമാണ്. ഇനി ഫീസ് ഡീറ്റെയിൽ നോക്കുക. കോഴ്സ് ഫീ 23,150 രൂപയാണ്. അതിൽ സിക്ക് അടയ്ക്കേണ്ടത് 18,150 ആണ്. കാരണം എന്താ, ഓൾറെഡി 5,000 രൂപ ടോക്കൺ ഫീ അടച്ചിരുന്നു. അപ്പോൾ ഇനി ഇതിൻ്റെ ബാക്കി ഇതാണ് അടയ്ക്കേണ്ടത്. ഡെപ്പോസിറ്റ് ഇതുവരെ ചെയ്തിട്ടില്ല, ഫീ പെയ്ഡും അല്ല, ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ ഇനി ചെയ്യേണ്ടത് എന്താണ്, ഈ ഫീ സിക്കാണ് അടയ്ക്കേണ്ടത്. അപ്പോൾ ഇതിലെ ഫീ ടു ബി പെയ്ഡ് ടു സി എന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങൾ പേ ചെയ്യേണ്ടത്. ഇത് നിങ്ങൾ ഓൾറെഡി അടച്ചു പോയതാണ്, ഇതിനെക്കുറിച്ച് നിങ്ങൾ വറീഡ് ആവേണ്ട, ഓൾറെഡി പെയ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന തുകയാണ് നിങ്ങൾ ഓൺലൈനായി അടയ്ക്കേണ്ടത്. അത് കോളേജിൽ അടയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ കോളേജിൽ കൊടുക്കുക. കോളേജിൽ ഇപ്പോൾ അത് ചോദിക്കുക, DD ആയിട്ടാണോ അല്ലെങ്കിൽ ഓൺലൈൻ ട്രാൻസ്ഫർ ആണോ എന്ന് കോളേജിൽ ചോദിച്ചേക്കാം. ഇനി ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് 18,150 ടു ബി പെയ്ഡ്. ഈ എമൗണ്ട് ഒരിക്കൽ കൂടി ഇവിടെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. ഇനി ഡേറ്റ് ഓഫ് ജോയിനിങ് ഒരിക്കൽ കൂടി നോക്കുക, 19-ാം തീയതി തുടങ്ങി 24-ാം തീയതി വരെയാണ്. ഇനി അലോട്ട്മെൻറ്റ് മെമ്മോയിൽ ഡോക്യുമെൻറ്റ് പറഞ്ഞിട്ടുണ്ട്, ഡേറ്റാ ഷീറ്റ്, അലോട്ട്മെൻറ്റ് മെമ്മോ, സർട്ടിഫിക്കറ്റ് ടു ഡേറ്റ് ഓഫ് ബർത്ത്, നമ്മൾ പറഞ്ഞു, TC ആൻഡ് കോൺടാക്ട് സർട്ടിഫിക്കറ്റ്, ഒറിജിനൽ മാർക്ക് ലിസ്റ്റ്, നീറ്റ് UGയുടെ അഡ്മിറ്റ് കാർഡ്, അതുപോലെ നീറ്റ് UGയുടെ സ്കോർ കാർഡ്, ഇത് രണ്ടും വേണം. നീറ്റ് UGയുടെ സ്കോർ കാർഡ് കൂടി എടുക്കുക. മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ്, റെസിപ്റ്റ് ഓഫ് ഫീ റെമിറ്റഡ്,
എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് അപ്ലിക്കബിൾ ആണെങ്കിൽ ഫിസിക്കൽ ഫിറ്റ്നസ്, ഒറിജിനൽ ഓഫ് ഓൾ ഡോക്യുമെന്റ് സർട്ടിഫൈഡ് അപ്ലോഡഡ് ഡ്യൂറിംഗ് ദ ആപ്ലിക്കേഷൻ, അതായത് ആപ്ലിക്കേഷൻ്റെ സമയത്ത് കൊടുത്ത ഡോക്യുമെന്റുകൾ, എനി അതർ ഡോക്യുമെന്റ് റിക്വയർഡ് ഇൻ ദ അലോട്ട്മെന്റ് ആസ് പെർ ദ നോട്ടിഫിക്കേഷൻ. അപ്പോൾ ഇതിന് ഞാൻ പറഞ്ഞു കോളേജിൽ ഒന്ന് കോൺടാക്ട് ചെയ്തേക്കുക. ഇനി ഡേറ്റാ ഷീറ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നിങ്ങളുടെ ഒരു സ്കോർ കാർഡ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പ്രോഗ്രസ് കാർഡ് പോലൊരു സാധനമാണ്. ഇവിടെ നിങ്ങളുടെ റോൾ നമ്പർ ഉണ്ടാവും, ആപ്ലിക്കേഷൻ നമ്പർ ഉണ്ടാവും, കുട്ടിയുടെ പേര്, കുട്ടിയുടെ അഡ്രസ്സ്, നാഷണാലിറ്റി, ഡേറ്റ് ഓഫ് ബർത്ത്, എലിജിബിലിറ്റി കാറ്റഗറി ഏതാണ്, ആനുവൽ ഇൻകം അപ്ലിക്കബിൾ ആണെങ്കിൽ അത് ഒക്കെ ഉണ്ടാവും. അതിൻ്റെ താഴേക്ക് ഇപ്പോൾ എഞ്ചിനീയറിംഗ് കോഴ്സിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽ, ബി ഫാമിലുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽ, ആർക്കിടെക്ചർ ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ ഉണ്ടാവും. ഇവിടെ സ്റ്റേറ്റ് മെഡിക്കൽ റാങ്ക് ഉണ്ടാവും, ആയുർവേദ റാങ്ക് ഉണ്ടാവും, ഓൾ ഇന്ത്യ റാങ്ക് ഉണ്ടാവും, പെർസെൻറ്റേജ് ഉണ്ടാവും, സ്കോർ ഉണ്ടാവും, ആപ്ലിക്കേഷൻ നമ്പർ ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. പിന്നെ എന്തിനൊക്കെ എലിജിബിൾ ആണ്, എലിജിബിൾ ഫോർ MBBS ഓർ BDS കോഴ്സ് അതുണ്ടാവും, BHMS, BSMS, BUMS, ഇതൊക്കെ ഏതിനൊക്കെ എലിജിബിൾ ആണ്, ഇതൊക്കെ ഉള്ളൊരു ലിസ്റ്റാണ് ഈ പറഞ്ഞ ഡേറ്റാ ഷീറ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഓൾമോസ്റ്റ് ഞാൻ അലോട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ജോയിനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു. എന്നോട് ചോദിച്ച കാര്യങ്ങൾ, ഫോണിൽ വിളിച്ച് ചോദിച്ച കാര്യങ്ങളുടെയും എല്ലാം എക്സ്പ്ലനേഷൻ ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും അപ്ഡേറ്റ് വരികയോ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ അറിയിക്കാനോ ഉണ്ടെങ്കിൽ ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം. അത് കൂടുതലും ഓഡിയോ ആയിട്ടായിരിക്കും പോസ്റ്റ് ചെയ്യുക. കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്തിട്ടുണ്ട്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.